നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE എന്നാൽ പ്രവാസികൾക്ക് പ്രിയപ്പെട്ട ഒരിടം തന്നെ. പറയാതിരിക്കാൻ വയ്യ. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമാണ് UAE. എന്തെന്നാൽ അവിടുത്തെ ഭരണാധികാരികൾ പ്രവാസികളെ തങ്ങളുടെ സ്വദേശികളെ പോലെ തന്നെ കരുതുന്നു എന്നത് തന്നെ. എന്നാൽ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഏറെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റിൽ ഉൾപ്പെടെ വൈറലായ വീഡിയോയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതായത് അന്ന് മലയാളികൾ ഒരു ഗർഭിണി പൂച്ചയെ രക്ഷിച്ചത് ഓർമ്മയില്ലേ? പിന്നെ ലോകം പോലും മലയാളികളെ നമിക്കുന്ന കാഴ്ചയാണ് നാം ഇതിലൂടെ കണ്ടത്. അതെ, ഇപ്പോൾ ഈ വീഡിയോയും ആ വാർത്തയും ചർച്ചയാവുകയാണ്. വീഡിയോ എന്തെന്നാൽ UAE ഭരണാധികാരികൾ ഒരു ബെഞ്ചിലിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. രാജ്യം ഭരിക്കുന്നവരുടെ വീഡിയോകൾ ഇടയ്ക്കിടെ പുറത്തു വരാറുണ്ട് എങ്കിലും പുതിയ വീഡിയോ വൈറലായതിനു പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ടെന്നറിയണം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ്, വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദും സംസാരിക്കുന്ന ഒരു വീഡിയോയാണിത്. ഇവർക്കിടയിൽ ഒരു പൂച്ചയിരിക്കുന്നു. UAEയുടെ സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വേളയിൽ ഭരണാധികാരികൾക്കിടയിൽ ഇരിക്കുന്ന പൂച്ചക്കുട്ടിയെ കണ്ടോ എന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായത്. വീഡിയോ കാണുന്ന ആർക്കും മനസ്സിൽ ഈ ചോദ്യം ഉയരും. ഈ പൂച്ച മാത്രമല്ല, പൂച്ചയുടെ അമ്മയും ഇതിനു മുമ്പ് UAEയിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണം മലയാളികൾ തന്നെയായിരുന്നു എന്നാണ് പറയാൻ വരുന്നത്. അതായത് 2021 ഓഗസ്റ്റിൽ ഒരു വീഡിയോ വൈറലായിരുന്നു. ഗർഭിണിയായ പൂച്ച കെട്ടിടത്തിന് മുകളിൽ കുടുങ്ങിയതും ചില പ്രവാസികൾ ചേർന്ന് രക്ഷപ്പെടുത്തുന്നതുമായിരുന്നു ഈ വീഡിയോ. ഇത് ശ്രദ്ധയിൽപ്പെട്ട ദുബായ് ഭരണാധികാരി പ്രവാസികളെ സമ്മാനം നൽകി ആദരിച്ചു. ദേറയിലെ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ കുടുങ്ങിയ പൂച്ചയാണ് അന്ന് മലയാളികൾ രക്ഷിച്ചത്. അന്ന് തങ്ങൾ രക്ഷിച്ച പൂച്ചയുടെ കുഞ്ഞാണ് UAE ഭരണാധികാരികൾക്കിടയിൽ ഇരിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്ന് രക്ഷപ്പെടുത്തിയവരിലുണ്ടായിരുന്ന മലയാളി അബ്ദുൾ റാഷിദ് പറയുന്നു. അന്ന് രക്ഷിച്ച വേളയിൽ അധികൃതർ പൂച്ചയെ കൊണ്ടുപോയിരുന്നു. ആ പൂച്ചയുടെ കുഞ്ഞ് UAE പ്രസിഡന്റിന്റെ തൊട്ടടുത്തിരിക്കുന്നത് അവിശ്വസനീയമാണെന്നും റാഷിദ് വ്യക്തമാക്കി. RTA ബസ് ഡ്രൈവറായ കോതമംഗലം സ്വദേശി നസീർ മുഹമ്മദ്, കോഴിക്കോട് വടകര സ്വദേശി അബ്ദുൾ റാഷിദ്, മൊറോക്കോ സ്വദേശി അഷ്റഫ്, പാകിസ്ഥാൻ സ്വദേശി ആദിഷ് മഹ്മൂദ് എന്നിവരാണ് ഗർഭിണിയായ പൂച്ചയെ അന്ന് രക്ഷിച്ചത്. ഇവരെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ആദരിച്ചിരുന്നു. 50,000 ദിർഹമാണ് ഇവർക്ക് അന്ന് സമ്മാനിച്ചത്. എനിക്ക് വാക്കുകളില്ല. ആ സംഭവം നടന്നിട്ട് 1 വർഷം കഴിഞ്ഞു. വല്ലാത്ത സന്തോഷം തോന്നുന്നു. അന്ന് തങ്ങൾ രക്ഷിച്ച പൂച്ചയെ പോലെ തന്നെയുണ്ട് ഈ പൂച്ചക്കുട്ടി എന്നും റാഷിദ് പറയുന്നു. ഷെയ്ഖിന്റെ ഓഫീസ് ജീവനക്കാർ അന്ന് പൂച്ചയെ കൊണ്ടുപോയിരുന്നു. അതിന്റെ കുഞ്ഞിനെ ഇന്നും ഭരണാധികാരി സംരക്ഷിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും പൂച്ചയെ നേരിട്ട് കാണണം എന്നുണ്ടെന്നും റാഷിദ് പറഞ്ഞു. പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ദുബായ് ഭരണാധികാരികൾ നൽകുന്ന പ്രാധാന്യം ഇതിനു മുമ്പ് വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ദുബായ് പ്രയാസപ്പെടുന്ന പക്ഷികളെ രക്ഷിച്ചവർക്കും തുണയായവർക്കും പ്രചോദനമാകുന്ന പ്രതികരണം ദുബായ് ഭരണാധികാരിയിൽ നിന്നും ഉണ്ടായ സംഭവം റിപ്പോർട്ട് ചെയ്തത് 2020-ലാണ്. അവശയായ പക്ഷിയെ കണ്ട മാധ്യമപ്രവർത്തക റൗല അൽ ഖത്തീബ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. പക്ഷിയുടെ ലൊക്കേഷൻ വാട്സ്ആപ്പ് ചെയ്യാൻ മുനിസിപ്പാലിറ്റി അധികൃതർ ആവശ്യപ്പെട്ടു. റൗല അതുപോലെ ചെയ്തു. നിമിഷങ്ങൾക്കകം ഉദ്യോഗസ്ഥരെത്തി പക്ഷിയെ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. കാര്യം റൗല സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. റൗലയ്ക്ക് നന്ദി രേഖപ്പെടുത്തി ഷെയ്ഖ് മുഹമ്മദ് ട്വീറ്റ് ചെയ്തു. ഭൂമിയിലുള്ളവരോട് കാരുണ്യം ചെയ്യുന്നവർക്ക് അല്ലാഹു കാരുണ്യം ചെയ്യുമെന്നായിരുന്നു ഷെയ്ഖ് മുഹമ്മദിന്റെ വാക്കുകൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.